നമസ്കാരം. ഗൾഫിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ ഷഫ്ന. ഗൾഫ് GTV വാർത്തകളിലേക്ക് സ്വാഗതം. ദുരന്തഭൂമിയിൽ രാത്രിയിലും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. 270 പേർ മരണപ്പെട്ടതായി സ്ഥിരീകരിച്ചു. മരണസംഖ്യ ഇനിയും ഉയരുമെന്ന് 300-ന് മേൽ പോകാൻ സാധ്യതയുണ്ടെന്നാണ് നിഗമനം. ദുരിത മേഖലയിൽ രാത്രിയും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ദുരന്ത വിവരം അറിഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത് ഷാ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, ബംഗാൾ ഗവർണർ CV ആനന്ദ് ബോസ് എന്നിവരുൾപ്പെടെ നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയും എല്ലാ സഹായവും വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അതിതീവ്ര മഴയുടെ പശ്ചാത്തലത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി വയനാട് ജില്ലാ കളക്ടർ DR മേഘശ്രീ. ഉരുൾപൊട്ടാൻ സാധ്യത പ്രദേശങ്ങളിലുള്ളവരും മുൻ വർഷങ്ങളിൽ ഉരുൾപൊട്ടി ദുരന്തമുണ്ടായ പ്രദേശങ്ങളിൽ ഉള്ളവരും ജാഗ്രത പുലർത്തണമെന്നാണ് കളക്ടറുടെ മുന്നറിയിപ്പ്. അപകട ഭീഷണി നിലനിൽക്കുന്നതിനാൽ ക്യാമ്പുകളിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടവർ എത്രയും വേഗം താമസ സ്ഥലങ്ങളിൽ നിന്നും ക്യാമ്പുകളിലേക്ക് മാറണമെന്നും കളക്ടർ അറിയിച്ചു. 2030-ൽ എയർ ടാക്സികൾ UAEയുടെ ആകാശം കീഴടക്കും. 10 ഫ്ലൈയിംഗ് കാറുകൾക്ക് ഓർഡർ നൽകി രാജ്യത്ത് എയർ ടാക്സി സർവീസിനായി സ്വകാര്യ വ്യോമയാന കമ്പനിയായ എയർ ഷെറ്റാവു 10 ഇലക്ട്രിക് ഫ്ലൈയിംഗ് കാറുകൾക്ക് ഓർഡർ നൽകി. യൂറോപ്യൻ ഗതാഗത സ്ഥാപനമായ ക്രിസാലിയൻ മൊബിലിറ്റിയാണ് ഫ്ലൈയിംഗ് കാറുകൾ നൽകുന്നത്. 2030-ലാണ് ഷെറ്റാവുവിന്റെ എയർ ടാക്സികൾ ആകാശം കീഴടക്കാൻ എത്തുക. 5 യാത്രക്കാർക്കും ഒരു പൈലറ്റിനും ഇരിക്കാനുള്ള സൗകര്യമാണ് എയർ ടാക്സിയിൽ ഉണ്ടാവുക. ഇതിൽ ചരക്കു നീക്കവും നടക്കും. മണിക്കൂറിൽ 180 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാനാവും. 130 കിലോമീറ്റർ ദൂരം ഒറ്റ ചാർജിൽ സഞ്ചരിക്കാം. നിലവിൽ ജോബി, ആർച്ചർ എന്നീ കമ്പനികൾ അവരുടെ എയർ ടാക്സികൾ അടുത്ത വർഷം ദുബായിൽ അവതരിപ്പിക്കും. ദുബായ്ക്ക് പുറമെ സൗദിയും എയർ ടാക്സി വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ദുബായിൽ സർവീസ് ആരംഭിക്കുന്നതിന് പിന്നാലെ മധ്യപൂർവ്വ രാജ്യങ്ങളിലും തെക്കൻ ഏഷ്യ, യൂറോപ്പ് എന്നിവിടങ്ങളിലും ബിസിനസ് വ്യാപിപ്പിക്കും. ദുബായ്ക്ക് പുറമെ അബുദാബിയിലും എയർ ടാക്സി സർവീസ് ആരംഭിക്കാൻ കമ്പനിക്ക് പദ്ധതിയുണ്ട്. ദുരന്തത്തിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന വയനാട്ടിലേക്ക് പ്രവാസ ലോകത്തു നിന്നും ആദ്യ സഹായവുമായി ദുബായിലെ JBS ഗ്രൂപ്പ് CEO ഡോക്ടർ ഷാനിദിന്റെ നേതൃത്വത്തിൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് വേണ്ട ആവശ്യ സാധനങ്ങളുമായി ആദ്യ വാഹനം വയനാട്ടിലെത്തി. വയനാട് വെള്ളമുണ്ട സ്വദേശി അയ്യൂബാണ് ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും ആവശ്യപ്പെട്ട സാധനങ്ങളുമായി കൽപ്പറ്റ കളക്ടറേറ്റിനടുത്തുള്ള സ്കൂളിൽ ഒരുക്കിയിട്ടുള്ള താൽക്കാലിക ദുരിതാശ്വാസ ക്യാമ്പിൽ സാധനങ്ങൾ എത്തിച്ചത്. ഷാനിദും സിനിമാ താരവും ഡോക്ടർ ഷാനിദിന്റെ ഭാര്യയുമായ ഷംന കാസിമും JBS വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ സുമനസ്സുകളും ഈ സമുദയത്തിന് സഹായം നൽകി. ഇനിയും എന്ത് സഹായം ആവശ്യപ്പെട്ടാലും നൽകാൻ തയ്യാറാണെന്ന് JBS ഗ്രൂപ്പ് അറിയിച്ചതായി അയ്യൂബ് ഉമ്മറഖണ്ഡി പറഞ്ഞു. നമ്മളിവിടെ ഒരു ദുരിതം ഉണ്ടായപ്പോൾ ഗൾഫിലുള്ള JBS ഗ്രൂപ്പിന്റെ MD ഷാനിദുമായിട്ട് ബന്ധപ്പെടുകയും അവിടെ ക്യാമ്പിൽ താമസിക്കുന്നവർക്ക് ഭക്ഷണങ്ങളും തുണി ഐറ്റംസുകളും ലേഡീസിന് ആവശ്യമായ സാധനങ്ങളും വേണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ യാതൊരു പ്രയാസവും കൂടാതെ എന്താവശ്യം വേണമെങ്കിൽ ചെയ്തു തരാം എന്ന് പറഞ്ഞ് ഉടനെ നിങ്ങൾ സൂപ്പർ മാർക്കറ്റിലേക്കും റെഡിമെയ്ഡ് ഷോപ്പിലേക്കും പോയിട്ട് ആവശ്യമായ സാധനങ്ങൾ നിങ്ങൾ മേടിക്കുമെന്ന് പറയുകയും ടെക്സ്റ്റൈൽസ് പോയി റെഡിമെയ്ഡ് ഐറ്റംസ് മേടിച്ചു, മൂപ്പർ അറിയിച്ചു, അതിന്റെ ബില്ലൊക്കെ പേ ചെയ്തു. അങ്ങനെ ഞാൻ ഇന്നലെ രാത്രി തന്നെ കൽപ്പറ്റ നമ്മളെ കളക്ടർ ഓഫീസിനോട് ചേർന്നിട്ടുള്ള സ്കൂൾ ആ ക്യാമ്പിൽ എത്തിക്കുകയും കാലത്ത് അവിടുന്ന് കളക്ടർ ഓഫീസിൽ നിന്ന് നമ്മളെ അറിയാവുന്ന ഒരാൾ നമ്മളെ വിളിക്കുകയും 100 മരണപ്പെട്ടവരുടെ മയ്യത്ത് മറവുന്ന പൊതിയാൻ വേണ്ടി 100 പ്ലാസ്റ്റിക് കവർ വേണം, പേപ്പർ, വലിയ പേപ്പർ വേണമെന്ന് ആവശ്യപ്പെടുകയും അതും മേടിച്ചു കൊണ്ടുപോയി എത്തിക്കുകയും ചെയ്തു. അതും ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ യാതൊരു പ്രയാസവും കൂടാതെ അതും നിങ്ങൾ മേടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ ഫണ്ടും നമുക്ക് എത്തിച്ചു തന്നു. ഡാവിഞ്ചി തിളക്കം വരും ദിവസങ്ങളിൽ പ്രതീക്ഷിച്ച് UAE. ഉൽക്കവർഷത്തിനും സാധ്യത. സൂര്യാസ്തമയ ശേഷം മാനത്ത് ചന്ദ്രനോട് ചേർന്നുണ്ടാകുന്ന പ്രകാശത്തിന്റെ പ്രതിഭാസമാണ് ഡാവിഞ്ചി ഗ്ലോ എന്നറിയപ്പെടുന്നത്. ചന്ദ്രൻ നേർത്ത രൂപത്തിലാകുമ്പോൾ വെളിച്ചമില്ലാത്ത ഭാഗത്ത് മിന്നിമറിയുന്ന പ്രകാശ കാഴ്ചകളാണ് ഡാവിഞ്ചി ഗ്ലോ. ഓഗസ്റ്റ് 4-ന് ചന്ദ്രപ്പിറവിക്ക് ശേഷം ദിവസങ്ങളിൽ ഈ കാഴ്ചകൾക്ക് ആകാശം സാക്ഷ്യം വഹിക്കും. ഭൂമിയിൽ പതിക്കുന്ന സൂര്യപ്രകാശം ചന്ദ്രനിൽ പ്രതിഫലിക്കുമ്പോഴാണ് ഡാവിഞ്ചി ഗ്ലോ പ്രത്യക്ഷമാകുന്നത്. ഈ പ്രതിഭാസം ആദ്യം കണ്ടെത്തിയതിന് വിഖ്യാത ചിത്രകാരൻ ലിയനാർഡോ ഡാവിഞ്ചി ആയതിനാലാണ് ഈ പ്രതിഭാസത്തിന് അദ്ദേഹത്തിന്റെ പേരിട്ടത്. വരും ദിവസങ്ങളിൽ ഉൽക്കവർഷത്തിന് സാധ്യതയുമുണ്ട്. മണിക്കൂറിൽ 100 ഉൽക്കകൾ വരെ ആകാശത്ത് ദൃശ്യമാകുമെന്നാണ് കരുതുന്നത്. ഓഗസ്റ്റ് 12, 13 തീയതികളിലാണ് ഉൽക്കവർഷം കൂടുതൽ വ്യക്തമാവുക. സെക്കൻഡിൽ 60 കിലോമീറ്റർ വേഗത്തിലാവും ഉൽക്കകൾ കടന്നു പോവുക.
ഏതാനും ആഴ്ചകൾ ഈ പ്രതിഭാസം തുടരും. വിദൂര മരുഭൂമികളിലാവും ഉൽക്കവർഷം കൂടുതൽ ദൃശ്യമാവുക. നഗരമേഖലയിൽ വെളിച്ച സംവിധാനവും മറ്റുമൂലം കാഴ്ചയുടെ സാധ്യത കുറയും. തെളിഞ്ഞ ആകാശവും തടസ്സങ്ങളില്ലാത്ത പരന്ന പ്രദേശങ്ങളുമാണ് കാഴ്ച കാണാൻ തിരഞ്ഞെടുക്കേണ്ടത്. ഇരുട്ടുമായി കണ്ണ് ഇഴുകിച്ചേരാൻ തന്നെ 10 മിനിറ്റ് വേണ്ടിവരും. മണിക്കൂറുകൾ ക്ഷമയോടെ കാത്തിരിക്കുന്നവർക്ക് മാത്രമാണ് ഈ കാഴ്ചകൾ കാണാൻ കഴിയുക. വയനാട് ഉരുൾപൊട്ടൽ ഒമാൻ സുൽത്താൻ ഫുജൈറ കിരീടാവകാശി എന്നിവർ അനുശോചനം രേഖപ്പെടുത്തി. ഫുജൈറ കിരീടാവകാശി മലയാളത്തിലാണ് അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിലെ വയനാട്ടിൽ മഴക്കെടുതിയിലും തീവ്രതയേറിയ ഉരുൾപൊട്ടലിലും ജീവഹാനി സംഭവിച്ചവരുടെ ആത്മശാന്തിക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഉറ്റവർ നഷ്ടമായ ബന്ധുക്കളുടെ സമാധാനത്തിനായും ഗുരുതരമായി പരിക്കേറ്റവരുടെ ആശ്വാസത്തിനായും പ്രാർത്ഥിക്കുന്നു. കേരളത്തിലെ ഞങ്ങളുടെ സഹോദരങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും ദുഃഖത്തിൽ ആത്മാർത്ഥമായി പങ്കുചേരുകയും അവരുടെ സുരക്ഷയ്ക്കായും അതിജീവനത്തിനായും ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം എക്സിൽ കുറിച്ചു. വയനാട്ടിലുണ്ടായ ദുരന്തത്തിൽ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് അനുശോചനം രേഖപ്പെടുത്തി. ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന് അനുശോചന സന്ദേശം അയച്ചു. ദുരന്തത്തിൽ ഇരയായവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുന്നതായും സുൽത്താൻ സന്ദേശത്തിൽ പറഞ്ഞു. സൗദിയിൽ ആളുകളുടെ ശരാശരി ആയുർദൈർഘ്യം ഗണ്യമായി ഉയർന്നതായി റിപ്പോർട്ട്. ശരാശരി പ്രായം 77.6 ആയാണ് ഉയർന്നത്. 2016 ഇത് 74 വയസ്സായിരുന്നു. ആരോഗ്യ മേഖല പരിവർത്തന പരിപാടിയുടെ വാർഷിക റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വിഷൻ 2030 പ്രോഗ്രാമുകളിൽ ഒന്നാണ് ആരോഗ്യ മേഖല പരിവർത്തന പരിപാടി. ആരോഗ്യ വൈദ്യശാസ്ത്ര രംഗത്ത് രാജ്യം കൈവരിച്ച വമ്പിച്ച പുരോഗതിയിലാണ് ഈ നേട്ടം സാധ്യമാക്കിയത്. മനുഷ്യന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വിവിധ മേഖലകളിൽ സർക്കാർ ലക്ഷ്യമിട്ടുള്ള ബഹുമുഖ പദ്ധതികൾ വിജയം കണ്ടതും സുപ്രധാന നേട്ടത്തിന് കാരണമായി. വിവിധ ആരോഗ്യ മേഖലാ സ്ഥാപനങ്ങളുടെ സഹകരണവും പ്രയത്നവും രാജ്യത്തിന്റെ ശരാശരി ആയുർദൈർഘ്യ വർധനവിന് ആക്കം കൂട്ടി. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആരോഗ്യം പ്രോത്സാഹനങ്ങൾ സ്വീകരിക്കൽ, നടത്തം പോലുള്ള വ്യായാമ സംസ്കാരം പ്രോത്സാഹിപ്പിക്കൽ, ഭക്ഷണത്തിലെ ഉപ്പ് കുറയ്ക്കൽ, കലോറി വെളിപ്പെടുത്തൽ, പൊണ്ണത്തടി കുറയ്ക്കൽ എന്നിവയുൾപ്പെടെ ആരോഗ്യരംഗത്തെ കലോചിതമായ മാറ്റങ്ങൾ പുരോഗതിക്ക് നിമിത്തമായതായി വിലയിരുത്തുന്നു. ആരോഗ്യ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ആരോഗ്യ സുരക്ഷാ മുന്നൊരുക്കങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും ചെയ്യുന്ന സംവിധാനങ്ങളും വമ്പിച്ച നേട്ടങ്ങൾ കൈവരിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.